Hello students, നമ്മൾ തേർഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ലാപ്ലാസ് ട്രാൻസ്ഫോർമേഷൻസ്. ഓക്കെ, അപ്പോൾ ലാപ്ലാസ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രാൻസ്ഫോമറാണ്. ട്രാൻസ്ഫോമർ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് എന്താ, നമ്മൾ എന്തെങ്കിലും ആ ട്രാൻസ്ഫോമറിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ആ ട്രാൻസ്ഫോമർ അവിടുത്തെ എന്തെങ്കിലും ഉപയോഗിച്ച് എന്തെങ്കിലും പ്രോപ്പർട്ടീസ് ഉപയോഗിച്ച് ഒന്നിനെ മറ്റൊന്നാക്കി മാറ്റുന്നു, ട്രാൻസ്ഫോം ചെയ്യുന്നു. റെഡി? അപ്പോൾ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് അങ്ങനെ ഒരു ട്രാൻസ്ഫോമറാണ്. സം ചേഞ്ചസ് അപ്ലൈ ചെയ്തുകൊണ്ട് ഒന്നിനെ മറ്റൊന്നാക്കി മാറ്റുന്ന ഒരാളാണ്. അപ്പോൾ എങ്ങനെയാണ് ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ ഡെഫിനേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ ട്രാൻസ്ഫോർമേഷൻസ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് എങ്ങനെയുള്ള ആൾക്കാരിലാണെന്ന് വെച്ചാൽ ഫംഗ്ഷൻസിലാണ്. അപ്പോൾ നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ആ ഫംഗ്ഷന് നമുക്ക് ലാപ്ലാസ് ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്താൽ കിട്ടുന്നത് മറ്റൊരു ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ എന്ത് വ്യത്യാസമാണ് ഈ ലാപ്ലാസ് ട്രാൻസ്ഫോം ചെയ്യുന്നത്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷൻ f(t) എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഞാൻ എടുക്കുന്നു. ആ ഫംഗ്ഷനെ ഞാൻ ലാപ്ലാസ് ട്രാൻസ്ഫോമറിൽ അപ്ലൈ ചെയ്യുന്നത്. ഇതൊരു ഫോമറാണെന്ന് വിചാരിച്ചു, ഇത് ട്രാൻസ്ഫോമറാണ്, ലാപ്ലാസ് ട്രാൻസ്ഫോമറാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഫംഗ്ഷനെ ഞാൻ ഈ ട്രാൻസ്ഫോമറിലൂടെ കടത്തി വിട്ട് കഴിഞ്ഞാൽ ഇത് മറ്റൊരാളായി മാറും. ഇവിടെ സം ചേഞ്ചസ് സംഭവിക്കും. ഈ f(t) എന്തായി മാറുന്നു? വേറൊരാളായി മാറുന്നു. അയാളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ F(s). സ്മോൾ എഫിനെ ലാപ്ലാസ് ട്രാൻസ്ഫോമറിലൂടെ അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് മറ്റൊരാളാണ്. അതിനെ ഞാൻ എന്ത് വിളിക്കുന്നു? ക്യാപിറ്റൽ F(s). ഇവിടെ t ആണ് ഇങ്ങനെ എഴുതിയത്, ഇവിടെ s ആണ് എഴുതിയത്. എന്താണ് ഇങ്ങനെ വ്യത്യാസം വന്നത് നോക്കാം. അപ്പോൾ എങ്ങനെയാണ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഡിഫൈൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, f(t) എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമുക്കുണ്ട്. സപ്പോസ് if f(t) is a function defined for t greater than or equal to 0, then Laplace transform of f(t) is defined as, അതിനെ ഡിനോട്ട് ചെയ്യുന്നത് L ആണ്, ഒരു സ്ക്രിപ്റ്റ് ലെറ്റർ L ആണ്. L ഓഫ് f(t), സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് f(t) എഴുതിയിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള നൊട്ടേഷൻ കേളി ബ്രാക്കറ്റ് ആണ്, ചില ടെക്സ്റ്റ് ബുക്കുകളിൽ സ്ക്വയർ ബ്രാക്കറ്റ് ആണ്. ഞാനിവിടെ കേളി ബ്രാക്കറ്റ് എഴുതുന്നു ബിക്കോസ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കേളി ബ്രാക്കറ്റ് ആണ് നൊട്ടേഷൻ. L of f(t) is equal to integral 0 to infinity e raised to minus st f(t) dt. ഇതാണ് ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ ഡെഫിനേഷൻ. f(t) എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമുക്കുണ്ടെങ്കിൽ അതിനെ ഈ ലാപ്ലാസ് ട്രാൻസ്ഫോമറിലൂടെ കടത്തിവിടുമ്പോൾ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ത് ചെയ്യുന്നു? കിട്ടിയ ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. വെറുതെ ഇൻ്റഗ്രേറ്റ് ചെയ്യല്ല, ഇതിനകത്ത് എന്തുണ്ട്? e raised to minus st എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട്. e raised to minus st എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ കൂടെ നമ്മുടെ ഫംഗ്ഷൻ കൊടുത്ത ആളിന് എന്ത് ചെയ്യുന്നു? ആദ്യം എന്ത് ചെയ്യുന്നു? ലാപ്ലാസ് ട്രാൻസ്ഫോം രണ്ട് പ്രോസസ്സ് അവിടെ ചെയ്യുന്നുണ്ട് ശരിക്കും. കൊടുത്ത ഫംഗ്ഷൻ്റെ കൂടെ ആദ്യം e raised to minus st എന്ന് പറഞ്ഞ ഫംഗ്ഷനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് ഫസ്റ്റ് റിയാക്ഷൻ. അപ്പോൾ e raised to minus st-നെ f ഓഫ് ട്രാൻസ്ഫോർമേഷൻ എന്താ ചെയ്യുന്നത്? ആദ്യം e raised to minus st കൊണ്ട് നമുക്ക് കൊടുത്ത ആളിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദെൻ ആ പ്രോഡക്റ്റ് ഓഫ് ഫംഗ്ഷനെ ഇൻറ്റഗ്രേഷൻ ചെയ്യുന്നു വിത്ത് ദ ലിമിറ്റ് 0 to infinity. റെഡി? അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് കിട്ടുമല്ലോ, ഇതിൻ്റെ ആൻസർ കിട്ടുമല്ലോ. ഈ കിട്ടുന്ന ആൻസറിനെയാണ് നമ്മൾ ക്യാപിറ്റൽ F(s) എന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് ക്യാപിറ്റൽ F(s) എന്ന് വിളിക്കുന്നത്? കിട്ടുന്നത് തീർച്ചയായിട്ടും പുതിയ ആളാണ്, സ്മോൾ f(t) ആയിരിക്കില്ല. e raised to minus st മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫംഗ്ഷൻ മാറുന്നുണ്ട്. അപ്പം ഇതിൻ്റെ റെപ്രസെൻറ്റേഷനാണ് ക്യാപിറ്റൽ F. റെഡി? ഇനി എസ് എന്ന് എഴുതാനുള്ള റീസൺ എന്താ? ഇതിനെ നോക്കി വിത്ത് റെസ്പെക്ട് ടു ടി ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. ലിമിറ്റ് ആർക്കാണ് അപ്ലൈ ചെയ്യുന്നത്? ടിക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 0യും ഇൻഫിനിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ എസ്സിന് മാത്രം ഒന്നും മാറ്റം വരുന്നില്ല. അപ്പോൾ എസ് ആയിട്ട് തന്നെ അവിടെ ഉണ്ടാവും. അതുകൊണ്ടാണ് കിട്ടുന്ന പുതിയ ഫംഗ്ഷനിൽ എസ് ഉണ്ടാവുന്നത്. ഇവിടെ ടിയുടെ ലിമിറ്റ് കൊടുക്കുമ്പോൾ ടി പോവും. റെഡി? ടി പോവും. അപ്പോൾ ഇൻ ടേംസ് ഓഫ് എസ് ആയിട്ടുള്ളൊരു ഫംഗ്ഷൻ ആയിരിക്കും നമുക്ക് കിട്ടുക. സോ L ഓഫ് സ്മോൾ f(t) is equal to ക്യാപിറ്റൽ F(s) എന്ന് നമ്മൾ എഴുതുന്നത്. എന്താണ് f(s) എന്ന് പറഞ്ഞാൽ? ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് f(t) is denoted as ക്യാപിറ്റൽ F(s) and it is nothing but integral 0 to infinity e raised to minus st into f(t) dt, which is a definition. റെഡി? അപ്പോൾ L ഓഫ് h(t) എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? L ഓഫ് h(t) പറഞ്ഞാൽ ഇൻ്റഗ്രൽ 0 to infinity e raised to minus st ഇൻറ്റു തന്ന ഫംഗ്ഷനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, dt ചെയ്യുന്നു. ഇതെന്തായിരിക്കും കിട്ടുന്നത്? സം ക്യാപിറ്റൽ H(s) ആയിരിക്കും നമുക്ക് ആൻസറിലായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ റെപ്രസെൻറ്റേഷൻ ആണ്. അപ്പോൾ L ഓഫ് h(t)നെ നമുക്ക് എങ്ങനെ എഴുതാം? ക്യാപിറ്റൽ H(s) എന്ന് എഴുതാം. ദിറ്റ് ഈസ് നത്തിങ് ബട്ട് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ദ ഫംഗ്ഷൻ സ്മോൾ h(t) ആൻഡ് വിച്ച് ഈസ് നത്തിങ് ബട്ട് ക്യാപിറ്റൽ H(s). റെഡി? അപ്പോൾ ഡെഫിനിഷൻ ഓർത്ത് വയ്ക്കുക. L ഓഫ് f(ന്റെ ഡെഫിനിഷൻ എന്താണ്? ഇൻ്റഗ്രൽ 0 to infinity e raised to minus st f(t) dt. ഇനി ഇങ്ങനെയുള്ള ഇൻ്റഗ്രൽസ് നിങ്ങൾ കണ്ടാവും, കഴിഞ്ഞ സെമസ്റ്ററുകളിലൊക്കെ പഠിക്കാനുള്ളതായിരുന്നു. ഈ ഇൻ്റഗ്രേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കി. ഇൻ്റഗ്രേഷൻ്റെ ഒരു ലിമിറ്റ് ഇൻഫിനിറ്റിയാണ് അല്ലേ? അപ്പോൾ ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ്സ് ഇൻഫിനിറ്റി ആവുന്ന സമയത്ത് നമ്മൾ അങ്ങനെയുള്ള ഇൻ്റഗ്രൽസ് എന്ന് വിളിക്കുന്ന പേരാണ് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ. കേട്ടിട്ടില്ലേ? ഇംപ്രോപ്പർ ഇൻ്റഗ്രൽസ്. അപ്പോൾ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ എന്താ പ്രത്യേകത? ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ് ഏതെങ്കിലും ഒരാളോ ഇൻഫിനിറ്റിയോ മൈനസ് ഇൻഫിനിറ്റിയോ അങ്ങനെ കൊടുക്കുമ്പോൾ
അല്ലെങ്കിൽ അങ്ങനെ ആയിട്ട് വരുന്ന ഫംഗ്ഷൻസിനെയാണ് ഇൻറ്റഗ്രൽസിനെയാണ് നമ്മൾ ഇംപ്രോപ്പർ ഇൻറ്റഗ്രൽ എന്ന് പറയാം. ഇംപ്രോപ്പർ ഇൻറ്റഗ്രലിന് രണ്ട് തരത്തിലുള്ള പ്രോപ്പർട്ടി ഉണ്ട്. ഒന്നുകിൽ അത് കൺവേർജൻ്റ് ആവാം, അല്ലെങ്കിൽ അത് ഡൈവേർജൻ്റ് ആവാം. കൺവേർജൻ്റ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ചില സമയത്ത് നമ്മൾ ഇൻഫിനിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയാത്തൊരവസ്ഥ വരും. അങ്ങനെയുള്ളതാണെങ്കിൽ നമ്മളിതിനെ ഡൈവേർജൻ്റ് എന്ന് പറയും. ഇനി ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാലും എക്സിസ്റ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. അങ്ങനെയുള്ളതാണെങ്കിൽ നമ്മളതിനെ കൺവേർജൻ്റ് എന്ന് പറയും. അപ്പോൾ ഒരു ഇംപ്രോപ്പർ ഇൻറ്റഗ്രലിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ആ ഇൻറ്റഗ്രൽ എന്തായിരിക്കണം? കൺവേർജൻ്റ് ആയിരിക്കണം. സോ ഇംപ്രോപ്പർ ഇൻറ്റഗ്രൽ ക്യാൻ ബി ഫൗണ്ട് ഓൺലി വെൻ ഇറ്റ് ഈസ് കൺവേർജൻ്റ്. അപ്പോൾ ഈ എഴുതിയിരിക്കുന്ന ഇൻറ്റഗ്രൽ കൺവേർജൻ്റ് ആണെങ്കിൽ മാത്രമേ എനിക്ക് ഇങ്ങനെ ഒരു f(s) അല്ലെങ്കിൽ h(s) കണ്ടുപിടിക്കാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കേസുകളാണ് നമ്മളിനി കൺസിഡർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ലാപ്ലാസ് ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്നത് തന്ന ഫംഗ്ഷനെ e⁻⁻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇൻറ്റഗ്രേഷൻ വിത്ത് ദ ലിമിറ്റ് 0 to ∞ ചെയ്യുന്നതാണ്. ഇനി അത് കണ്ടുപിടിക്കാൻ പറ്റണമെങ്കിൽ ആ ഇംപ്രോപ്പർ ഇൻറ്റഗ്രൽ കൺവേർജൻ്റ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ പഠിച്ച ഒരുപാട് കാര്യങ്ങൾ നമുക്കതിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സോ ഫസ്റ്റ് ഐ ഫൈൻഡ് ഔട്ട് കൺസിഡർ ദി ഫംഗ്ഷൻ f(t) = 1. കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ f(t) = 1 ആണ് ഞാൻ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഐ എം ഗോയിങ് ടു ഫൈൻഡ് ഔട്ട് ദി ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് f(t). സോ L of f(t) = എങ്ങനെയാണ് നമ്മൾ എഴുതുക? ബൈ ഡെഫിനിഷൻ ഇൻറ്റഗ്രൽ 0 to ∞ e⁻⁻st into f(t) dt. ഇതാണ് ഡെഫിനിഷൻ. ഇത് ഓർത്ത് വെക്കണം. ഏത് പ്രോബ്ലം ലാപ്ലാസ് ട്രാൻസ്ഫോർമേഷൻ്റെ ഏത് ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാലും നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട ഫോർമുല ഇതാണ്. ഇവിടെ f(t)ക്ക് പകരം നമുക്ക് ഏതാണോ ഫംഗ്ഷൻ തന്നിരിക്കുന്നത് അത് അപ്ലൈ ചെയ്ത് ഇൻറ്റഗ്രൽ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇറ്റ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to ∞ e⁻⁻st into f(t) is 1 ആണ്. സോ 1 dt. സോ വിച്ച് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to ∞ e⁻⁻st dt. റെഡി? അപ്പോൾ ഇംപ്രോപ്പർ ഇൻറ്റഗ്രൽ സോൾവ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഡയറക്റ്റ് ഇതിനെ എഴുതില്ല. അതിനെന്ത് ചെയ്യുന്നു? ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻറ്റഗ്രൽ 0 to b e⁻⁻st dt എന്ന് എഴുതുന്നു. എന്തിനാ അങ്ങനെ എഴുതിയത്? ഡയറക്റ്റ്ലി ഇവിടെ ഇൻഫിനിറ്റി കൊടുക്കാമല്ലോ. ചിലപ്പോൾ ഡയറക്റ്റ്ലി ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും. അത് ഒഴിവാക്കാനായിട്ടാണ് ഞാൻ ലിമിറ്റ് ഉപയോഗിച്ച് എഴുതിയിരിക്കുന്നത്. സോ ദിറ്റ് ക്യാൻ ബി റിട്ടൺ ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻറ്റഗ്രൽ 0 to b. b വെച്ച് നമ്മളിതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കുന്നു. അവസാനം ബിയുടെ ലിമിറ്റ് ഇൻഫിനിറ്റി ആയിട്ട് ഞാൻ അപ്ലൈ ചെയ്യുന്നു. ഓക്കെ. So which is equal to limit b tends to infinity e⁻⁻st ഇൻറ്റഗ്രൽ എന്താ? e⁻⁻ ഇൻറ്റഗ്രൽ e⁻⁻ ഡിവൈഡഡ് ബൈ -s അല്ലേ? e⁻⁻ ഇൻറ്റഗ്രൽ എന്താ? e⁻⁻ തന്നെയാണ്, പക്ഷേ ഡിവൈഡഡ് ബൈ -s ഇൻറ്റു ടിയുടെ ഡെറിവേറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ -s ഇൻറ്റു ടി ആണ് വേരിയബിൾ. അപ്പോൾ അതിൻ്റെ കോഎഫിഷ്യൻ്റ് ആരാണ്? -s. അപ്പോൾ ഡിവൈഡഡ് ബൈ -s. ഇനി ലിമിറ്റ് ഏതുമുതൽ ഏതുവരെ കൊടുക്കണം? 0 മുതൽ ഇൻഫിനിറ്റി വരെ കൊടുക്കണം. സോ വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി ലിമിറ്റ് കൊടുക്കുന്നു 0 to b. ആദ്യം ഞാൻ b കൊടുക്കുന്നു ലിമിറ്റ് e⁻⁻sb ഡിവൈഡഡ് ബൈ -s മൈനസ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റാണ് കൊടുക്കേണ്ടത് -e⁻s ഇൻറ്റു 0 ഡിവൈഡഡ് ബൈ -s. സോ വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി e⁻⁻sb ഡിവൈഡഡ് ബൈ -s മൈനസ് e⁻0 ഡിവൈഡഡ് ബൈ -s. So which is equal to limit b tends to infinity ഇതെന്ത് വരും? e⁻⁻sb ഡിവൈഡഡ് ബൈ -s മൈനസ് ഇതെന്തര വരിക? അതിനെങ്ങനെ എഴുതാം? 1 ബൈ e⁻0 ഇൻറ്റു -s. ഈ മൈനസും കൂടെ ഞാൻ ഇവിടെ പ്ലസ് എഴുതുന്നു. യെസ്, e⁻0 എങ്ങനെ എഴുതാം? 1 ബൈ e⁻0 എന്ന് എഴുതാം കേട്ടോ. e⁻x എങ്ങനെ എഴുതാം? 1 ബൈ e⁻x എന്ന് എഴുതാം. അപ്പോൾ ഈ ഒരു ഐഡിയ ഉപയോഗിച്ചു e⁻0 എനിക്ക് എങ്ങനെ എഴുതാം? 1 ബൈ e⁻0 എന്ന് എഴുതാം. സോ ഇതാണ് വാല്യൂ. ഇനി ഞാൻ b ടെൻസ് ടു ഇൻഫിനിറ്റി ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പോവാണ്. ഓക്കെ. സോ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താ വരിക നോക്കാം. ബിക്ക് ഞാൻ ഇൻഫിനിറ്റി കൊടുത്താൽ s ഇൻറ്റു ഇൻഫിനിറ്റി e⁻⁻ ഡിവൈഡഡ് ബൈ -s പ്ലസ് 1 ബൈ e⁻0ൻ്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. സോ ദിസ് ഈസ് 1 ബൈ s. എന്താ റീസൺ എന്താ? ബിക്കോസ് e⁻0ൻ്റെ വാല്യൂ എന്താണ്? 1 ആണ്. റെഡി? സോ വിച്ച് ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് ദിസ്? നോക്കിയേ, e⁻⁻ എത്രയാ? ഇൻഫിനിറ്റി. ബിക്കോസ് e⁻x എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇൻക്രീസിങ് ഫംഗ്ഷനാണ്. അപ്പോൾ എക്സ് കൂടുന്നതിനനുസരിച്ച് e⁻x കൂടിക്കൊണ്ടേയിരിക്കുന്നു. സോ e⁻⁻ എത്രയാണ് ചോദിച്ചാൽ എപ്പോഴും ഇൻഫിനിറ്റിയാണ്. റെഡി? e⁻⁻ എത്രയാണ്? ഇൻഫിനിറ്റിയാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് e⁻⁻∞? e⁻⁻∞ എന്ന് പറഞ്ഞാൽ 1 ബൈ e⁻⁻ എന്നാണ് അർത്ഥം.
ഇതുണ്ടോ ഇ റേസ് ടു മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ 1 ബൈ ഇ റേസ് ടു എക്സ് ആണ്. സോ ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ 1 ബൈ ഇ റേസ് ടു ഇൻഫിനിറ്റി ആണ്. ഇനി 1 ബൈ ഇ റേസ് ടു ഇൻഫിനിറ്റി എന്താ വരിക? 1 ബൈ ഇ റേസ് ടു ഇൻഫിനിറ്റി എന്താ? ഇൻഫിനിറ്റി ആണ്. സോ ഇറ്റ് വിൽ ഗോസ് ടു ഇൻഫിനിറ്റി. ആൻഡ് വി നോ ദാറ്റ് 1 ബൈ ഇൻഫിനിറ്റി എവിടേക്കാണ് പോകുക? ഇറ്റ് ഗോസ് ടു 0. അപ്പോൾ 1 ബൈ ഇൻഫിനിറ്റി എവിടേക്കാണ് പോകുന്നത്? 0യ്ക്കാണ് പോകുന്നത്. അപ്പോൾ ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി എവിടേക്കാണ് പോകുന്നത്? 0യ്ക്കാണ് പോകുന്നത്. സോ ദിസ് ഈസ് നത്തിങ് ബട്ട് 0 ബൈ മൈനസ് എസ് പ്ലസ് 1 ബൈ എസ്. ഇനി 0 ഇത് ടേം പോയി. സോ വി ഗെറ്റ് ദ വാല്യൂ 1 ബൈ എസ്. റെഡി? ഇങ്ങനെ കിട്ടും. പക്ഷെ ഇവിടെ ഒരൊറ്റ കാര്യമുണ്ട് നോക്കാം. ഇ റേസ് ടു മൈനസ് എസ് ഇൻറ്റു ബിക്ക് ഇൻഫിനിറ്റി കൊടുത്തപ്പോഴാണ് ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്നായത്. പക്ഷെ നോക്കിയേ, ഈ എസ്സിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ എസ് പോസിറ്റീവ് ആയിരുന്നുവെങ്കിൽ ആണ് ആക്ച്വലി ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് എനിക്ക് കിട്ടുന്നത്. ശ്രദ്ധിക്കൂ, ഇഫ് എസ് ഈസ് പോസിറ്റീവ്, എസ് പോസിറ്റീവ് ആണെന്ന് ഞാൻ എടുത്തു വെച്ചോളൂ. അപ്പോൾ എസ് പോസിറ്റീവ് ആണെങ്കിൽ എസ് ഇൻറ്റു ബി എന്തായിരിക്കും? ബി പറഞ്ഞാൽ ഇൻഫിനിറ്റിയാണ്. അപ്പോൾ പോസിറ്റീവായിട്ട് തന്നെ നമുക്ക് കണക്കൂട്ടാം. എസ് ഇൻറ്റു ബി എവിടേക്ക് പോകും? ഇൻഫിനിറ്റിയിലേക്ക് പോകും. ബിക്കോസ് ബി എവിടേക്ക് പോകുന്നു? ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു അല്ലേ? സിൻസ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി, എസ് ഇൻറ്റു ബി ടെൻസ് ടു എസ് ഇൻറ്റു ഇൻഫിനിറ്റി, ദാറ്റ് ഈസ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു. ദെർഫോർ മൈനസ് എസ് ഇൻറ്റു ബി എവിടേക്ക് പോകുന്നു? മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു. റെഡി? ഇത് കിട്ടുന്നുണ്ടല്ലോ, മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ഈ കേസിൽ മാത്രമാണ് ഈ മൈനസ് എസ് ബി മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു. അതുകൊണ്ടാണ് ഇതെന്തായി മാറിയത്? ഇ റേസ് ടു മൈനസ് എസ് ബിക്ക് പകരം ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് ഞാൻ എഴുതിയത്. മൈനസ് എസ് ബി എവിടേക്ക് പോകുന്നു? മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നത് കൊണ്ട്. ഇനി ഈ എസ് നെഗറ്റീവ് എന്ന് വിചാരിച്ചോളൂ. എസ് നെഗറ്റീവ് ആണെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? എസ് ഇൻറ്റു ബി എന്തായി മാറും? നെഗറ്റീവ് ഇൻറ്റു ഇൻഫിനിറ്റി എന്ന് വരും. അപ്പം നെഗറ്റീവ് ഇൻറ്റു ഇൻഫിനിറ്റി എന്ത് വരും? മൈനസ് ഇൻഫിനിറ്റി എന്ന് വരും. അപ്പോൾ എസ് ഇൻറ്റു ബി മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് പോകും. അപ്പോൾ മൈനസ് എസ് ഇൻറ്റു ബി എന്ത് വരും? മൈനസ് മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് പോകും, അതായത് ഇൻഫിനിറ്റിയിലേക്ക് പോകും. അപ്പോൾ മൈനസ് എസ് ബി ഇൻഫിനിറ്റിയിലേക്ക് പോയാൽ ഇ റേസ് ടു മൈനസ് എസ് ബി എവിടേക്ക് പോകും? ഇൻഫിനിറ്റിയിലേക്ക് പോകും. അപ്പോൾ നോക്കി, ഇ റേസ് ടു മൈനസ് എസ് ബി ഇൻഫിനിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇ റേസ് ടു ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ ഇൻഫിനിറ്റിയിലേക്ക് പോകും. അപ്പോൾ ഇവിടെ എന്ത് വരില്ല? 0 വരില്ല. നമുക്ക് പകരം ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി എവിടേക്ക് പോകുന്നു? ഇൻഫിനിറ്റിയിലേക്ക് പോകുന്ന കേസിലേക്കായിരിക്കും നമുക്ക് വരുന്നത്. സോ ദിസ് വാല്യൂ എന്ത് വരും? ഇൻഫിനിറ്റി വരും. ഇൻഫിനിറ്റി പ്ലസ് 1 ബൈ എസ് എന്ന് പറയുമ്പോൾ വീണ്ടും ഇൻഫിനിറ്റി വരും. അപ്പോൾ നമുക്ക് വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റില്ല. അതപ്പോൾ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഡൈവേർജൻ്റായി മാറും. ആൻസർ കണ്ടുപിടിക്കാൻ പറ്റാത്ത സ്റ്റേജ് വരും. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ട് മാത്രമാണ്? എസ് പോസിറ്റീവ് ആണെന്ന് വിചാരിച്ചാൽ മാത്രമാണ്. എസ് നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ നെഗറ്റീവ് നെഗറ്റീവ് ദിസ് പോസിറ്റീവ് വരും. അപ്പോൾ ഇവിടെ എന്ത് വരും? ഇൻഫിനിറ്റി വരും. ഇ റേസ് ടു ഇൻഫിനിറ്റി എന്ന് വരും. നമുക്കറിയാം ഇ റേസ് ടു ഇൻഫിനിറ്റി ഇൻഫിനിറ്റിയാണ്. അപ്പോൾ ന്യൂമറേറ്ററിലായിരിക്കും ഇൻഫിനിറ്റി വരിക. അപ്പോൾ ഈ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റാതെയായി വരും. ഇവിടെ ഡിനോമിനേറ്ററിൽ ഇൻഫിനിറ്റി വരും. ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്ററിലാണ് ഇൻഫിനിറ്റി വരുന്നത്. അതുകൊണ്ടാണ് ഇത് കണ്ടുപിടിക്കാൻ പറ്റിയത്. ഇത് 0 ആയി പോയത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എസ് പോസിറ്റീവ് ആവുന്ന കേസിൽ മാത്രമേ എനിക്ക് ഈ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ദെർഫോർ എനിക്കിവിടെ എന്ത് എഴുതേണ്ടി വരും? കോമ എസ് ഈസ് പോസിറ്റീവ്. എസ് പോസിറ്റീവ് അല്ലെങ്കിൽ പ്രശ്നമാണ്. ഓക്കെ, എസ് പോസിറ്റീവ് അല്ലെങ്കിൽ പ്രശ്നമാണ്. അതുകൊണ്ട് എനിക്ക് എന്ത് എഴുതേണ്ടി വരും? എസ് ഗ്രേറ്റർ ദാൻ 0 എന്ന് എഴുതേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, എസ് 0 ആയിക്കൂടെ? ആവാം. എസ് 0 ആണെങ്കിൽ എന്ത് സംഭവിക്കും? നോക്കി, ഇവിടെ എസ് 0 ആയിപ്പോയി. അപ്പോൾ എസ് 0 ആവുന്ന സമയത്ത് ഇ റേസ് ടു മൈനസ് 0. അപ്പോൾ ഇ റേസ് ടു മൈനസ് 0 എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ കേസിൽ വരിക. അപ്പോൾ നമുക്ക് എന്ത് വരും? 0 വാല്യൂ എന്ത് വരും? മൈനസ് 1 ബൈ എസ് പ്ലസ് 1 ബൈ എസ് എന്ന് വരും. അപ്പോൾ വാല്യൂ വിൽ ഗോസ് ടു 0 എന്ന് കിട്ടും നമുക്ക്. റെഡി? അപ്പോൾ എന്താ ചെയ്യുക? നമ്മൾ ഫംഗ്ഷൻ കൊടുത്തപ്പോൾ ലാപ്ലാസ് ട്രാൻസ്ഫോം 0 ആക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ഫൈൻഡ് ഔട്ട് ചെയ്യാനില്ല. അപ്പോൾ എസ് പോസിറ്റീവ് ആകുമ്പോൾ മാത്രമാണ് എൽ ഓഫ് എഫ് ഓഫ് ടി 1 ബൈ എസ് ആവുന്നത്. അപ്പോൾ എനിക്കിവിടെ എഴുതാം, ഇതാണ്ടോ. അപ്പോൾ നമുക്ക് ഫംഗ്ഷൻ എങ്ങനെയാണ് കിട്ടുന്നത്? എസ് എന്ന് പറയുന്ന വേരിയബിളിലാണ് എനിക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മളിതിനെ ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്ന് വിളിക്കുന്നത്. എസ്സിലാണ് നമുക്ക് ഫംഗ്ഷൻ കിട്ടുന്നത്. അതുകൊണ്ട് സോ ഐ ക്യാൻ റൈറ്റ് എൽ ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്നാണ് കിട്ടിയത്. എൽ ഓഫ് എഫ് ഓഫ് ടി എന്തായിരുന്നു? 1 ആയിരുന്നു. അപ്പോൾ എൽ ഓഫ് 1 എത്രയാണ് കിട്ടുന്നത്? 1 ബൈ എസ് കോമ എസ് ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ ഒരു കാര്യം നമ്മളിപ്പോൾ പഠിച്ചു. ലാപ്ലാസ് ട്രാൻസ്ഫോം 1 എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് ഫംഗ്ഷനെ 1 ബൈ എസ് എന്ന് പറയുന്ന ഫംഗ്ഷനിലേക്കാണ് മാപ്പ് ചെയ്യുന്നത്, അഥവാ ട്രാൻസ്ഫോം ചെയ്യുന്നത്. റെഡി? നെക്സ്റ്റ് ഒരു പ്രോബ്ലം കൂടി ചെയ്യാം. യു ആർ ഫൈൻ എഫ് ഓഫ് ടി ഈക്വൽ ടു, ഞാൻ എന്തെടുക്കുന്നു എന്നറിയോ? ടി എടുക്കുന്നു. കൺസിഡർ നെക്സ്റ്റ് പ്രോബ്ലം ആണ്. എഫ് ഓഫ് ടി ഈക്വൽ ടു ടി എടുത്തു. നമ്മൾ എൽ ഓഫ് എഫ് ഓഫ് ടി കണ്ടുപിടിക്കുന്നു. എൽ ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു ബൈ ഡെഫിനിഷൻ ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി എഫ് ഓഫ് ടി ഡി ടി ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ടി ആണ്, ഡി ടി. സോ വിച്ച് ഈസ് ഈക്വൽ ടു, ഇനി ഇതിങ്ങനെ എഴുതാം, ഇൻ്റഗ്രൽ 0 ടു ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ 0 ടു ബി. ഞാൻ അതിനിങ്ങനെ എഴുതുന്നു ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി.
അപ്പോൾ നോക്കി ഇവിടെ പ്രോഡക്റ്റ് ഓഫ് ഫംഗ്ഷനാണ്. അപ്പോൾ ഇൻറ്റിഗ്രേഷൻ ബൈ പാർട്സ് ഉപയോഗിക്കേണ്ടി വരും. സോ ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ഇവിടെ ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഇ റേസ് ടു മൈനസ് എസ് ടിയുടെ ഇൻറ്റഗ്രൽ ഇ റേസ് ടു മൈനസ് എസ് ടി ഡിവൈഡഡ് ബൈ മൈനസ് എസ് ആണ്. വിത്ത് ദ ലിമിറ്റ് 0 to b മൈനസ് ഇൻറ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് 0 to b എന്ന് എഴുതുന്നു. ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ടിയുടെ ഡെറിവേറ്റീവ് 1 ആണ്. ഇങ്ങനെ ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഡി ടി. ഇൻറ്റിഗ്രേഷൻ ബൈ പാർട്സ് ആണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി. ഓക്കെ, ഇതിനെങ്ങനെ എഴുതാൻ നോക്കാം. ടിക്കാണ് ലിമിറ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ ടിക്ക് ആദ്യം ബി എന്ന് പറയുന്ന ലിമിറ്റ് ഞാൻ കൊടുക്കുന്നു. സോ ബി ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ബി ഡിവൈഡഡ് ബൈ മൈനസ് എസ് മൈനസ് 0ൻ്റെ ലിമിറ്റ് കൊടുക്കുമ്പോൾ ടിക്ക് 0 കൊടുക്കുമ്പോൾ 0 ഇൻറ്റു സംതിങ് എന്ന് വരും. അത് 0 ആണ്. ഓക്കെ, ഈ ടേമിൻ്റെ ലിമിറ്റ് മാത്രമാണ് ഇത് അപ്ലൈ ചെയ്തിരിക്കുന്നത് കേട്ടോ. ബി കൊടുത്തുള്ളത് എഴുതിയിട്ടുണ്ട്, 0 കൊടുത്തുള്ളത് എഴുതിയില്ല, കാരണം 0 ഇൻറ്റു സംതിങ് 0 ആണ്. മൈനസ് ഇവിടെ എന്ത് വരും, മൈനസ് ഈ മൈനസ് പ്ലസ്സായി 1/s എടുത്ത് പുറത്ത് നിർത്തി. ഇ റേസ് ടു മൈനസ് എസ് ടിയുടെ ഇൻറ്റഗ്രൽ ഇ റേസ് ടു മൈനസ് എസ് ടി ഡിവൈഡഡ് ബൈ മൈനസ് എസ് ആണ്. ലിമിറ്റ് 0 to b. റെഡി? ദാറ്റ് ഈസ് ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി. ഇത് അവസാനം അപ്ലൈ ചെയ്യാം. ഇവിടെ എന്ത് വരും, ബി ഇ റേസ് ടു മൈനസ് എസ് ബി ബൈ മൈനസ് എസ്. ഇനി പ്ലസ്സും മൈനസും കൂടെ മൈനസായി 1/sഉം എസ്സും കൂടെ 1/s² ആയി പുറത്ത് നിൽക്കുന്നുണ്ട്. ഇവിടെ ലിമിറ്റ് കൊടുക്കണം. ആദ്യം ബി കൊടുക്കുന്നു. ഇ റേസ് ടു മൈനസ് എസ് ബി മൈനസ് ഇ റേസ് ടു മൈനസ് 0. ശരിയല്ലേ? ടിക്ക് 0 കൊടുക്കുമ്പോൾ 0 ആണ് വരിക. ദാറ്റ് ഈസ് ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി. എന്ത് വരും നോക്കാം. ബി ഇ റേസ് ടു മൈനസ് എസ് ബി ബൈ മൈനസ് എസ് മൈനസ് 1 ഇ റേസ് ടു മൈനസ് എസ് ബി ഡിവൈഡഡ് ബൈ s² മൈനസ് ഓഫ് മൈനസ് ഇസ് പ്ലസ് ഇ റേസ് ടു മൈനസ് 0 ഡിവൈഡഡ് ബൈ s² എന്ന് വരും. സോ വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ബി ഇ റേസ് ടു മൈനസ് എസ് ബി ഡിവൈഡഡ് ബൈ മൈനസ് എസ് മൈനസ് ഇ റേസ് ടു മൈനസ് എസ് ബി ഡിവൈഡഡ് ബൈ s² പ്ലസ് ഇ റേസ് ടു മൈനസ് 0 എത്രയാണ്, 1 ആണ്. 1/s² എന്നാണ് കിട്ടുക. ഇനി ഞാൻ ബി അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇൻഫിനിറ്റി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി ബൈ മൈനസ് എസ് മൈനസ് ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി ബൈ s² പ്ലസ് 1/s² എന്നാണ് വരിക. ഇനി ഞാൻ പറഞ്ഞു ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റിയുടെ വാല്യൂ 0യിലേക്കാണ് പോകുന്നതെന്നറിയാം. അപ്പോൾ ഇത് 0 ആയി പോകും, ഇത് 0 ആയി പോകും. ആകെ കിട്ടുന്ന വാല്യൂ 1/s² മാത്രമായിരിക്കും. പക്ഷേ ഓർക്കുക, ഇ റേസ് ടു ഉണ്ട്, ഈ എസ് പോസിറ്റീവ് ആകുമ്പോഴാണ് ഈ സാധനം എന്താവുള്ളൂ, ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി ആവുള്ളൂ കേട്ടോ. സോ കോമ എസ് ഗ്രേറ്റർ ദാൻ 0. സോ വി ഗെറ്റ് എൽ ഓഫ് ടി ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. എൽ ഓഫ് ടി ഈക്വൽ ടു 1/s² എന്ന് കിട്ടി. അങ്ങനെ നിങ്ങൾക്ക് ഏത് ഫംഗ്ഷൻ തന്നാലും നമുക്കതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു മെത്തേഡാണ് ഇപ്പോൾ പറഞ്ഞത്. അതിൻ്റെ ഫോർമുല ഇൻറ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു എഫ് ഓഫ് ടി ഡി ടി ആണ്. വൺ മോർ പ്രോബ്ലം. ഫൈൻഡ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് 3t. ഓക്കെ, ഇതെങ്ങനെ കണ്ടുപിടിക്കാം. എൽ ഓഫ് എഫ് ഓഫ് ടി ബൈ ഫോർമുല ഇൻറ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി എഫ് ഓഫ് ടി ഡി ടി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു മൈനസ് 3t ഡി ടി ആണ്. ദാറ്റ് ഈസ് അതിനെ ലിമിറ്റ് ഉപയോഗിച്ച് എഴുതുന്നു. ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻറ്റഗ്രൽ 0 ടു ബി ഇ റേസ് ടു മൈനസ് എസ് ടി ഇ റേസ് ടു മൈനസ് 3t. നമുക്കറിയാം ഇ റേസ് ടു എ ഇൻറ്റു ഇ റേസ് ടു ബി ഈക്വൽ ടു ഇ റേസ് ടു എ പ്ലസ് ബി ആണെന്നറിയാം. സോ യു ആർ യൂസിങ് ദിസ് ഫോർമുല. അപ്പോൾ എന്ത് വരും, നമുക്ക് ഇ റേസ് ടു മൈനസ് എസ് ടി മൈനസ് 3t ഡി ടി. ദാറ്റ് ഈസ് ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻറ്റഗ്രൽ 0 ടു ബി. ഇതെന്ത് വരും, ഇ റേസ് ടു എന്താ വരിക, ഇ റേസ് ടു മൈനസ് ഓഫ് 3 പ്ലസ് എസ് ടി ഡി ടി എന്നെഴുതാം അല്ലേ. രണ്ടിലും മൈനസിൻ്റെ കോമൺ എടുത്തു, രണ്ടിലും ടിൻ്റെ കോമൺ എടുത്തു. അപ്പോൾ ഇവിടെ എസ്, ഇവിടെ 3, അപ്പോൾ 3 പ്ലസ് എസ് കേട്ടോ. സോ ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി. ഇതിനെ ഞാൻ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇ റേസ് ടു സംതിങ്ങിൻ്റെ ഇൻറ്റഗ്രൽ എന്താ, ഇ റേസ് ടു മൈനസ് 3 പ്ലസ് എസ് ടി ഡിവൈഡഡ് ബൈ പിന്നെ ടിയുടെ കോഎഫിഷ്യൻ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം, മൈനസ് 3 പ്ലസ് എസ് ലിമിറ്റ് 0 ടു ബി. സോ ഇനി ഞാൻ ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ 1 ഇതിന് ഞാൻ മൈനസ് ഓഫ് എസ് പ്ലസ് 3നെ പുറത്തെടുത്ത് വെച്ചിരിക്കുന്നു, അകത്ത് എഴുതാൻ പോവാണ്. ഇ റേസ് ടു ബിക്ക് ഇൻഫിനിറ്റി കൊടുത്തു. ഇവിടെ ആദ്യം ലിമിറ്റ് അപ്ലൈ ചെയ്യണം. ഇതിവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇ റേസ് ടു മൈനസ് ഓഫ് 3 പ്ലസ് എസ് ഇൻറ്റു ബി
മൈനസ് ഇ റേസ് ടു മൈനസ് 3 പ്ലസ് എസ് ഇൻറ്റു 0 എന്ന് വരും. സോ വിച്ച് ഈസ് ഈക്വൽ ടു 1 ബൈ മൈനസ് ഓഫ് എസ് പ്ലസ് 3 പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ബിക്ക് ഇൻഫിനിറ്റി കൊടുക്കണം. ആക്ച്വലി ഇവിടെ ഞാൻ ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് തന്നെ എഴുതുവാണേ. ദെൻ ബിക്ക് ഞാൻ ഇവിടെ ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ എന്താ വരിക? ഇ റേസ് ടു ഇൻഫിനിറ്റി ഇൻറ്റു സംതിങ്, മൈനസ് എവിടെയുണ്ട്? ഇത് ഇൻഫിനിറ്റി ആണ്. ഇൻഫിനിറ്റി ഇൻറ്റു സംതിങ് ഇൻഫിനിറ്റി, മൈനസ് ഇ റേസ് ടു മൈനസ് ഇതിവിടെയുണ്ട് 0 ഇൻറ്റു സംതിങ് എന്ന് പറഞ്ഞാൽ 0 ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 1 ബൈ മൈനസ് ഓഫ് എസ് പ്ലസ് 3 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി 0 ആണ്, മൈനസ് ഇ റേസ് ടു മൈനസ് 0 പറഞ്ഞാൽ 1 ആണ് വാല്യൂ. സോ വിച്ച് ഈസ് ഈക്വൽ ടു 0 മൈനസ് 1 ഇസ് മൈനസ് 1, മൈനസ് 1 ഇൻറ്റു ദിസ് തിങ് ഇസ് 1 ബൈ എസ് പ്ലസ് 3 എന്നാണ് നമുക്ക് കിട്ടുക. കോമ എസ് ഈസ് ഗ്രേറ്റർ ദാൻ 0. എസ് പോസിറ്റീവ് ആയില്ലെങ്കിൽ ഇവിടെ പ്രശ്നം വരും. അല്ലേ? സോറി, ഇ റേസ് ടു മൈനസ് എസ് ബി ആണെങ്കിൽ ഈ എസ് പോസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ ഇവിടെ ഇ റേസ് ടു മൈനസ് എസ്സിന് പകരം 3 പ്ലസ് എസ് ആണ്. അപ്പോൾ 3 പ്ലസ് എസ് എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. അതായത് എസ് എന്തായിരിക്കണം? എസ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ മൈനസ് 3 ആയിരിക്കണം. എസ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ മൈനസ് എസ് 3 ആയിരിക്കണം. അത് ഓർക്കുക. നമുക്ക് ഇ റേസ് ടു മൈനസ് എസ് ബിയുടെ കേസ് ഇത് 0ക്ക് പോകണമെങ്കിൽ എസ് പോസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ ഇവിടെ മൈനസ് എസ് ബി അല്ല, മൈനസ് ഇവിടെ ഉണ്ട്, എസ്സിന് പകരം 3 പ്ലസ് എസ് ആണ്. അപ്പോൾ 3 പ്ലസ് എസ് എന്തായിരിക്കണം? ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം, അഥവാ എസ് ഗ്രേറ്റർ ദാൻ മൈനസ് 3 ആയിരിക്കണം. സോ വി ഗെറ്റ് എൽ ഓഫ് ഇ റേസ് ടു മൈനസ് 3t ഈക്വൽ ടു 1 ബൈ എസ് പ്ലസ് 3 കോമ എസ് ഗ്രേറ്റർ ദാൻ മൈനസ് 3. So this is the Laplace transform of e raised to minus 3t. Okay.